കേരളത്തിൽ യു ഡി എഫിനും കോൺഗ്രസിനും കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവാണ്. അത് ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായം പറയാം, അത്ര കണ്ട് കഴിയുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നത് മാധ്യമങ്ങളല്ല, നിങ്ങൾ ആരുമല്ല, ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. അല്ലല്ല, പ്രതിപക്ഷ നാവ് കൂടിയാണ് മാധ്യമങ്ങൾ. അല്ലല്ല, അതൊന്നല്ല, അല്ലല്ല, നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടല്ല പ്രതിപക്ഷത്തിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നത്. ഈ ആരോപണം വന്നു ഇല്ലേ? ഈ ആരോപണം ഒരു മലയാള ദിനപത്രത്തിൽ മലയാള മനോരമയിലാണ് വന്നത്, രാവിലെ അല്ലേ? രാവിലെയാണ് വന്നത്. അന്ന് നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രസമ്മേളനം നടത്തി ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ആദ്യം ആവശ്യപ്പെടുന്നത് ഞാനാണ്. പിന്നെ അസംബ്ലി കൂടിയ അന്ന് അസംബ്ലി അവസാനിക്കുകയാണ്. അസംബ്ലി കൂടിയ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ 2 ദിവസങ്ങളിൽ തന്നെ ഇത് അഴിമതി ആരോപണമായി ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുകയാണ്. നിയമസഭയ്ക്ക് പുറത്ത് കേരളം മുഴുവൻ ഞങ്ങളുടെ നേതാക്കൾ, എല്ലാ നേതാക്കളും ഈ വിഷയം ആവർത്തിച്ച് പറയുകയും ചെയ്തതാണ്. ഞങ്ങൾ നടത്തിയ വിചാരണ സദസ്സിലെ പ്രധാനപ്പെട്ട അജണ്ട ഈ മാസപ്പടി വിവാദമായിരുന്നു. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് താങ്കളുടെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ താങ്കൾ പറഞ്ഞത് ഈ മാസപ്പടി കേസിൽ നിയമ നടപടികളിലേക്ക് പോകും, എന്താണ് വിജിലൻസ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എവിടെ നിയമ നടപടി? ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തല്ലോ, അതിൻ്റെ ഇടയിൽ അന്വേഷണം വന്നല്ലോ. ഇപ്പോൾ അന്വേഷണം നടക്കുകയല്ലേ, ഇപ്പം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഈ SFIU അന്വേഷണം അല്ല, അതിനു മുമ്പും അന്വേഷണം തുടങ്ങിയല്ലോ. ഈ SFIU അന്വേഷണം വന്നത് പ്രതിപക്ഷത്തിന്റെ ഒരു അല്ലല്ല, അന്വേഷണം നടക്കുമല്ലേ. വിജിലൻസ് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. ഇത് വിജിലൻസ് അന്വേഷിക്കേണ്ട കേസ് അല്ലല്ലോ. നിയമ നടപടികളിലേക്ക് പ്രതിപക്ഷം പോകാതിരുന്നത് ഇന്ററിം സെറ്റിൽമെന്റിന്റെ ഉത്തരവിൽ പ്രതിപക്ഷത്തെ നേതാക്കളുടെയും പേരുകൾ ഉള്ളത് കൊണ്ടായിരുന്നു. RC, OC, കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ്, ഈ പേരുകൾ ഉള്ളത് കൊണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ വളരെ വിശദമാക്കിയിട്ടാണല്ലോ. അവരെല്ലാം അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്, ഞങ്ങൾ അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. കോടതിയിൽ ആ മാറ്റർ ഉണ്ട്. സർവീസ് കൊടുക്കാതെ പണം, അത് മണി ലോണ്ടറിങ് ആണ്, കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള സമയം. മണി ലോണ്ടറിങ് അന്വേഷിക്കേണ്ട ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. ഞങ്ങളുടെ കേസ് എന്താ? ഞങ്ങളുടെ കേസ് കേന്ദ്ര ഏജൻസികൾ ഒരു അന്വേഷണവും മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട്. കാരണം എന്താ? അത് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയാൽ അതിൻ്റെ ബെനഫിഷ്യറി, അതിൻ്റെ ലാഭം കേരളത്തിലെ കോൺഗ്രസിനും UDF-നും ആയിരിക്കും എന്ന് BJP തിരിച്ചറിയുന്നു. BJP കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. BJP നേതാക്കളടക്കം ഏറ്റവും വലിയ ആയുധമാണ് ഈ മാസപ്പടി കേസ്. പക്ഷേ അത് ഉന്നയിക്കുന്ന കാര്യത്തിൽ, നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പരാജയമാണ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. താങ്കൾ എങ്ങനെ ഞാൻ സംസാരിച്ചാലും ഞാനെങ്ങനെയാണ് സംസാരിക്കുന്നത്? ഈ വിഷയം അതുകൊണ്ട് അവരാണ് അന്വേഷിക്കേണ്ടത്. കേരളത്തിൽ വരുമ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നില്ല. അന്വേഷിച്ച് ഒരു പരിധി എത്തുമ്പോൾ നിന്നു പോവാണ്. കേരളത്തിലെ ഗവൺമെൻറ് പ്രതിക്കൂട്ടിലായാൽ അതിൻ്റെ ബെനഫിഷ്യറി കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ആണെന്ന് സംഘപരിവാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർ തമ്മിൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാവുകയാണ്. ഇപ്പോൾ കരുവന്നൂരിലെ കേസ് ഭയങ്കര വിവാദമായി. ഈ കേസും എവിടെ എത്തുമില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഭയപ്പെടുന്നു. ഇത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു, ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് എല്ലാ അന്വേഷണങ്ങളും നിയമ നടപടികളും ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയാണ്. എവിടെയാണ് ഇത് തകർച്ച സംഭവിക്കുന്നത്, എവിടെയാണ് ഒത്തുതീർപ്പുകൾ ഉണ്ടാകുന്നത്, അപ്പോൾ ഞങ്ങൾ ഇടപെടും, ഒരു സംശയമില്ല. ഇപ്പോൾ ഷോൺ ജോർജ് എന്നൊരു വ്യക്തി ഒറ്റയ്ക്കാണ് ഈ കേസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹം കൊടുത്തൊരു പരാതി അല്ല, അത് പ്രധാനപ്പെട്ടത്. ഞാനത് പറയുന്നില്ല. അത് കൊടുത്ത പരാതിയുടെ പുറത്താണ് അന്വേഷണം വന്നത്. വരട്ടെ, അന്വേഷണം നടക്കുകയല്ലേ. അപ്പോൾ അന്ന് താങ്കൾ ആ അന്വേഷണത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 8 മാസത്തേക്കാണ് അന്വേഷണം. എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു അന്വേഷണം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സമീപിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമല്ലോ. മുൻപ് സാധിച്ചിട്ടുണ്ട്. അത് പറ്റില്ല. കാരണം കമ്പനി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം നടക്കുമ്പോൾ ഈ അന്വേഷണമേ നടക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അന്വേഷണം എവിടെയെങ്കിലും വഴിതെറ്റുവാണെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് കോടതി പോയിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രിക്കെതിരായിട്ട് കോടതി പോയിട്ടുണ്ടല്ലോ. പർട്ടിക്കുലർ കേസിൽ എന്തുകൊണ്ട് നിയമവിദഗ്ധരുടെ ഞങ്ങളിത് നിരന്തരമായി ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഞങ്ങൾക്ക് ഇതിൽ പോകാൻ മടിയാണെന്ന് പറയുന്നതിൽ എന്തായാലും കളങ്കിതമായ ഒരു കമ്പനിയാണ് CMRL. അവരുമായിട്ടുള്ള ഇടപാട് എക്സാലോജിക്കും മുഖ്യമന്ത്രിയുടെ മകളും നടത്തി എന്നുള്ള അഭിപ്രായമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കളങ്കിതമായ കമ്പനികൾ നിങ്ങളുടെ നേതാക്കൾ ഇതിന് പണം വാങ്ങി. അത് കളങ്കിതമായ കമ്പനിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയ പാർട്ടികൾ കമ്പനികളിൽ നിന്ന് പണം വാങ്ങിക്കുന്നതല്ലേ അവരുടെ ഫണ്ട് എന്ന് പറയുന്നത്, അല്ലേ? രാഷ്ട്രീയ പാർട്ടികൾ പണം വാങ്ങിക്കാം.
രാഷ്ട്രീയ പാർട്ടികൾ ഡൊണേഷൻ വാങ്ങിക്കുന്നതും ഈ മാസപ്പടി വിവാദമായിട്ട് നിങ്ങൾ ചേർക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ കോൺട്രിബ്യൂഷൻ വാങ്ങിച്ച കേസുമായിട്ട് ബന്ധപ്പെടുത്തി ഈ കേസിനെ ദുർബലപ്പെടുത്താനാണ് താങ്കൾ ശ്രമിക്കുന്നത്. ആണ് താങ്കൾ ശ്രമിക്കുന്നതാണ്. മാധ്യമങ്ങൾ മാധ്യമം പ്രതിപക്ഷ നാവാണ്. അല്ലല്ല, ഞാൻ പലപ്പോഴും താങ്കളെ സൂക്ഷ്മതയോടെ നോക്കി കാണുന്നയാളാണ്. നമ്മൾ 20 വർഷത്തെ പരിചയം നമ്മൾ തമ്മിലുണ്ട്. പ്രതിപക്ഷ നേതാവായതിനു ശേഷം ശ്രീ വി ഡി സതീശന് പലപ്പോഴും ഒരു സംശയമുള്ളതുപോലെ മാധ്യമങ്ങളെല്ലാം താങ്കളെ അറ്റാക്ക് ചെയ്യുകയാണോ എന്ന്. അങ്ങനെ ഇല്ല. ആദ്യമായിട്ടാണ് താങ്കൾക്ക് തോന്നുന്നത്. ഇപ്പൊ താങ്കൾ എന്നെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് എൻ്റെ ഒരു പോയിന്റ് പോലും പൂർത്തിയാകാതെ ഒരു കാലത്തും കാണിക്കാത്തൊരു അസഹിഷ്ണുതയും അസ്വസ്ഥതയും താങ്കൾ കാണിച്ചു. എനിക്ക് ഒരു മാധ്യമപ്രവർത്തനെക്കുറിച്ച് ഒരു പരാതിയില്ല, താങ്കൾ ഉൾപ്പെടെ ഒരാളെ കുറിച്ചും പരാതിയില്ല. ഇത് താങ്കൾ എവിടെ നിന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്? അല്ല, താങ്കൾ ഇപ്പൊ ഈ പറയുന്ന ആരോപണം ഞാൻ ഒരു സ്ഥലത്തും പറയാത്തൊരു കാര്യം താങ്കൾ ഇപ്പൊ എവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്? ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് മാധ്യമങ്ങളെ കുറിച്ച് ഒരു പരാതിയില്ല. പല വാർത്താ സമ്മേളനത്തിലും ഒരു 2-3 ചോദ്യങ്ങൾ കഴിയുമ്പോൾ താങ്കൾ അസ്വസ്ഥനാവുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. താങ്കൾ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം, ഏതെങ്കിലും ഒരു വാചകം എന്നെ പറഞ്ഞ് മുഴുമിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ താങ്കൾ സമ്മതിച്ചോ? നിങ്ങൾ ഈ മുഖ്യമന്ത്രിയോട് നിങ്ങൾക്ക് ഒരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ലല്ലോ. താങ്കൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരു പരാതിയില്ലല്ലോ. എന്നിട്ട് ഏറ്റവും അവസാനത്തെ ചോദ്യം വരെ ചോദിച്ച് ഇനി ഏതെങ്കിലും ചോദ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്ന ഒരാളായ ഞാൻ കേരളത്തിലെ പത്രപ്രവർത്തകർ മുഴുവൻ എനിക്കെതിരാണ്. താങ്കൾ ഇത് എവിടെ നിന്ന് കണ്ടുപിടിച്ചു? താങ്കൾക്ക് അങ്ങനെ ഒരു സംശയം മനസ്സിലുണ്ടോ എന്നുള്ളതാണ്, അങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? താങ്കൾ തന്നെ പറയുകയുണ്ടായി ഇതിപ്പോ താങ്കൾ ഒരു അജണ്ടയുമായി വന്നാണ്. ആ അജണ്ട താങ്കൾക്ക് നടപ്പാക്കാതെ വന്നപ്പോൾ താങ്കൾ എന്നെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുക. താങ്കൾ നല്ല ഇന്റർവ്യൂവറാണ്. എനിക്ക് എൻ്റെ ഒരു പോയിന്റും പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ